ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഡൽഹിയൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മണാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈവനിങ് ആണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് പോകുന്നത് കേട്ടോ. ഇന്ന് മോർണിംഗ് ആണ് മണാലിയിൽ എത്തുന്നത്. അത്രയും ലോങ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക്. ഇനി ഞങ്ങൾ മോർണിംഗ് ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് പോയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലും ഫ്രഷപ്പ് ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു അതിന് വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ബ്രഷ് എല്ലാം ചെയ്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് ഫുഡെല്ലാം ഒരു കഥയാണെന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം അറിയാം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു നെയ് റോസ്റ്റിൻ്റെ പോലത്തെ ഒരു സാധനം. അതൊക്കെ എന്തോ ഒരു പേര് പറയണ ഒരു സംഭവം. അതിൻ്റെതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. അന്നിങ്ങനെ ഓർമ്മയില്ല, അതിനെപ്പറ്റി. ഞങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ പോന്നപ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മണാലി എത്താനായപ്പോൾ ഇങ്ങനെ തണുപ്പെല്ലാം വന്ന് തുടങ്ങിയിരുന്നു. അതാണ് ഹാഫീസ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ നേക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയ ഫുഡ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളോട് ആദ്യം ഒരു പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഇനി നമുക്ക് ഫ്രഷപ്പിനും നമ്മളെ മണാലിയിലുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുറേ പോവാണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ എത്തിയിട്ടില്ല. ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല, പക്ഷെ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. കോഫി ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. അതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ട്രാവലറിൽ കയറിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ സെക്ടർ ഇട്ടത് കേട്ടോ. ഞാൻ ഇതുവരെ സെക്ടർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ മണാലിയിലേക്ക് കടക്കും തോറും തണുപ്പൊന്നും കൂടി വരികയാണ്. ഫൈനലി ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടുന്ന് മേലക്കോട്ടാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ മണാലിയിലുള്ള 2 days നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം വേഗം ഫ്രഷ് ചെയ്ത് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ ഇനി വീഡിയോ എടുക്കുന്നത്. കാരണം റൂമിൽ കയറിയപ്പോൾ തന്നെ ഫോണിന് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുത്തിച്ചിട്ട് ഞങ്ങൾ ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് പോവുകയാണ്. ഇനി നമുക്ക് ഓരോ പ്ലേസും കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മേലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ താഴെയാണ് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി മേലോട്ട് ടെമ്പിളാണ് ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അത് ഒരുപാട് കയറാനുണ്ട് കേട്ടോ. അത്യാവശ്യം കയറാനൊക്കെ ഉണ്ട് മേലോട്ട്. അപ്പോൾ ഞങ്ങൾ കയറുന്ന വഴിയിലാണ് ഗുലാബ് ജാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഫ്രഷ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം കുറേ മേലോട്ട് ഇനിയും കയറാനുണ്ടായിരുന്നു. അങ്ങനെ കയറി ലാസ്റ്റ് ഈ ഒരു കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ചെയ്യണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മിസ്സും ആഫീസും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
ഇറങ്ങിയതിന് ശേഷം തന്നെ അവിടെ തന്നെ കുറച്ച് മേലോട്ട് പോയിട്ടാണ് കേട്ടോ വീണ്ടും ഇവിടെ ഈ കോസ്റ്റ്യൂമിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. ബോയ്സിനുള്ളതും ഗേൾസിനുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ മൊയൽ, ഡോഗ്, ക്യാറ്റ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പെയ്ഡാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനും ആഫീസിയും ക്യാറ്റിനെ വെച്ച് മൊയലിനെ വെച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇവിടെ കാര്യമായിട്ടുള്ളത് ഈ ഒരു കോസ്റ്റ്യൂമിൽ നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പിന്നെ അതുപോലെ തന്നെ മൊയൽ, ക്യാറ്റ് ഈറ്റിങ്ങളൊക്കെ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു. ബോയ്സും എല്ലാവരും ഇതുപോലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൂഡിൽസ് എല്ലാം വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നൂഡിൽസാണ്. 3 നേരം നമുക്ക് ഫുഡ് കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ അത് നൂഡിൽസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല. ഈ ഒരു പ്ലേറ്റിന് 50 രൂപയാണ്, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ താഴെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോകണ അവിടെ തന്നെ വേറൊരു ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ലൈസ്, കൊക്കക്കോള അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഓരോ ഐറ്റംസ് എല്ലാവരും വാങ്ങിയിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഇങ്ങനത്തെ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് വീണ്ടും ഗുലാബ് ജാമ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആഫീസാക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വട്ടം കൂടെ അത് വാങ്ങിയിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ അതെല്ലാം വാങ്ങിയതിന് ശേഷം വീണ്ടും നടക്കുകയാണ്. ഇനി നമുക്ക് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകാനുള്ളത്. അതിനിടയിൽ നമുക്ക് ഈ ഒരു പ്ലേസും കൂടെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടേക്കെല്ലാം കയറിയിട്ടുണ്ട്. പ്ലേസൊക്കെ ഇന്ന് കവർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം കഴിയുന്ന രീതിക്കൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാം കൂടെ മാനേജ് ചെയ്യാനേ കഴിയില്ലല്ലോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയിട്ടോ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റൂമിൽ പോവാം. ഇനി നമുക്ക് നൈറ്റ് വരെ പർച്ചേസ് ചെയ്യാനുള്ള ടൈമാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ ഷോപ്പിലും കയറി നോക്കുന്നുണ്ട്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പോലെയൊന്നുമല്ല, ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാം നോക്കിയിട്ട് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്നൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്കൊക്കെ ഷോപ്പിലൊക്കെ കയറുകയാണ്. അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഈ ഒരു ബേബി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന് കാണാൻ. അതിങ്ങനെ നോക്കി പഠിപ്പിക്കും. പിന്നെ ഇങ്ങനെ ചിരിച്ചു കേട്ടോ. നല്ല ക്യൂട്ട് ബേബി ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ഫാൻസി ഡ്രസ്സെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു കമ്മൽ നോക്കിയപ്പോൾ അതിന് 250 രൂപ. അപ്പോൾ ഡൽഹിയും മണാലിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡൽഹിയിലേറെ എത്രയോ ക്യാഷ് കൂടുതലാട്ടോ അവിടെ എല്ലാ സാധനത്തിനും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാത്ത 2-3 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓവർ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല നൈറ്റായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇനി നമ്മൾ റൂമിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പാനിപൂരി കണ്ടത് കേട്ടോ. പാനിപൂരി ഞങ്ങൾ ഇവിടുന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോകുന്ന വഴിക്ക് അത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് അത് ഇഷ്ടമാവലുണ്ട്. ഇത് വലിയ നേക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് കുറച്ചും കൂടെ നടന്നപ്പോൾ അവിടെ വേറൊരു പാനിപ്പൂരി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തത് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് പാനിപ്പൂരി കഴിച്ച് നോക്കിയിരുന്നു. അപ്പം നേരത്തെ കഴിച്ചില്ലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് കഴിച്ചത്. അങ്ങനെ അതും കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ റൂമിൽ പോവാണ്. ഇനി ബാക്കി റൂമിലെത്തിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം റൂമിൽ കയറാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ റൂമിൽ നിന്ന് ഇനി ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുഡെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത്.
ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ ഒരു ചപ്പാത്തി തന്നെയായിട്ട് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഫുഡൊന്നും കണ്ടിട്ട് കഴിക്കാൻ വേണ്ടി തോന്നിയില്ല. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ റൂമിൽ പോവാണ്. ഒരു ബ്ലോഗർ ആയിട്ടുണ്ട്. കുറേ നേരമായി കപ്പിൾസിന് ഫോട്ടോ എടുത്തെടുക്കണം. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം എടുത്തെടുക്കാണ്. അങ്ങനെ ഓരോ ഫോട്ടോസ് വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് റൂമിൽ പോകുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിൽ കയറിയിട്ടുള്ളതാണ്. ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഓവർനൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടെറസിൽ പോകാം കേട്ടോ. അവിടെ എന്തൊക്കെയോ കലാപരിപാടീസ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ കുറച്ചിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളെ കൂടെ വേറൊരു മലയാളീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങൾ മലയാളീസാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞങ്ങളെ കൂടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഞങ്ങളെ കൂടെ കൂടിയിരുന്നു. അപ്പോൾ അവരും മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു അവരും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇനി ഡേ 2 നാളത്തെ വീഡിയോ നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. പിന്നെ ഗുഡ് നൈറ്റ്. അങ്ങനെ ഗൈസ് നമ്മുടെ മണാലിയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വീഡിയോ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം 2 വേറെ വേറെ സെപ്പറേറ്റ്ലി വീഡിയോ ഇടണ്ടല്ലോ. അപ്പോൾ 2 ഞാനൊരു വീഡിയോയിലാണ് ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വെച്ച് ഫ്രഷപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ടെറസിൽ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിന് ചെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും ഫ്രഷപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രഷപ്പ് ചെയ്തിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഞാൻ ഇന്നിടാൻ വിചാരിക്കുന്ന കോസ്റ്റ്യൂം. ഇതാണ് ഞാൻ ഇട്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഇങ്ങനെ അലങ്കോലാക്കിയിട്ട് പോയതായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു മലയാളീസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരായിട്ട് കുറച്ചിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ പാട്ടും കലാപരിപാടികളൊക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ കസാലയും കാര്യങ്ങളൊക്കെ. അതാണ് അവിടെ അങ്ങനെ കാണുന്നത്. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടെറസ് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ നൈറ്റാണല്ലോ റൂമിലെത്തിയത്. അതുകൊണ്ട് ആ വ്യൂ ഒന്നും അപ്പം കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ ആഫീസാൻ്റെ മാറ്റം കഴിഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ എനിക്കിങ്ങനെ ചിരി വന്നത് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇവിടുത്തെ മേലൊക്കെ നോക്കിയപ്പോൾ ആ ഒരു റൂമിൻ്റെ അവിടെ 2 കുരങ്ങന്മാരിങ്ങനെ പേനെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ ആ ഏരിയ ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനി നമ്മൾ എല്ലാം എടുത്തിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഇന്നും കൂടെ ഫുള്ളായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. ഞാൻ ഏറെക്കുറെ അപ്പത്തിൻ്റെ ഓൺ വോയിസ് എല്ലാം ഇട്ടീനു കേട്ടോ. പക്ഷേ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ഒന്നും ശരിക്കും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വോയിസ് വേറെ കൊടുക്കുന്നത് കേട്ടോ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ആദ്യം കോഫിയും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ബ്രെഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സാൻഡ്വിച്ച് ഇതൊക്കെയാണ് അവർ പറയുന്നത്. ആ ഒരു സാധനമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. കഴിക്കാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ അതെല്ലാം കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കോഫി എടുത്തു. പിന്നെ ബ്രെഡിൻ്റെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടെ ഉണ്ടായിരുന്നു. കോഫി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കോഫി ഞങ്ങൾ വീണ്ടും 1 വട്ടം കൂടെ കുടിച്ചിരുന്നു. കോഫി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ട് പൊറോട്ടയാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഇവിടുത്തെ പൊറോട്ട ഉള്ളത്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി താഴെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പ്ലേസിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കിനി എന്താ കോസ്റ്റ്യൂമെല്ലാം ഇവിടുന്ന് ചെയ്യണുണ്ടോ. നമുക്ക് മഞ്ഞിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കോസ്റ്റ്യൂമും ഷൂവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടുന്ന് സെറ്റാക്കിയിട്ട് വേണം പോവാൻ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അവിടുന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പോവാണ്. അപ്പോൾ ഇനി ഒരുപാട് മേലേക്ക് കയറാനുണ്ട് കേട്ടോ. നമുക്ക് എന്താ കറക്റ്റ് ആ ഒരു മഞ്ഞ് കളിക്കുന്ന ആ ഒരു പ്ലേസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോവാണ്. അതിൻ്റെ ഇടയിലാട്ടോ നമുക്ക് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ചെയ്തത് ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ലോങ് നിന്നാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് പോയതിന് ശേഷം റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. മഞ്ഞുകട്ടകളെല്ലാം തന്നെ റോട്ടിൽ വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ബ്ലോക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം വണ്ടിയും കാര്യങ്ങളൊക്കെ പോകാൻ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിരുന്നു. നമുക്ക് വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞ് കയ്യിലെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. കാരണം അത്രയും മഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ടൈമിൽ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആട്ടോ വന്നിരുന്നത്. പക്ഷെ ഇവിടെ എത്തി മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലേറെ കൂടുതൽ ക്ലൈമറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇനിയും കുറച്ച് മേലോട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആ ഒരു മഞ്ഞിൽ ഇറങ്ങുന്ന പ്ലേസിൽ എത്തിയിട്ടില്ല. ഇനി നമ്മൾ കുറച്ചും കൂടെ പോകാനുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് ഒരുപാട് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മണാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് സെക്ടറും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് കുറേ ലോങ്ങിൽ പോരുന്നത്. ഇതൊക്കെ നമ്മുടെ മണാലിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ദൂരം പോകുന്തോറും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു അഡ്വാൻറ്റേജസ് എക്സ്പ്ലോർ ചെയ്തു. അതിന് ശേഷം വീണ്ടും നമ്മൾ പോവാണ്. നമുക്ക് എത്രയോ കിലോമീറ്റർ മേലെയാണ് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മേലോട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ആൾക്കാർ എവിടെയാണോ കുറവ് അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മേലോട്ട് നടക്കുകയാണ്. ഈ ഒരു ടൈമാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം മേലോട്ട് കയറുകയാണ്. അവിടെ ആകുമ്പോൾ ഒന്നും കൂടെ ഒഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞിൽ കയറാമല്ലോ. അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറുകയാണ്. ഇവിടെ എല്ലാം കടകളുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറാം. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് നേരെ മഞ്ഞിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കയറിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കുറേ മേൽക്ക് കയറിയതിന് ശേഷം ലാസ്റ്റ് കടയാണ് കേട്ടോ. അത് ഇവിടുന്ന് നമ്മൾ നൂഡിൽസ് കഴിച്ചിട്ട് മഞ്ഞിലെല്ലാം ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഫുഡും കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. അവിടെ നൂഡിൽസേ മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയം തൊട്ട് ഈവനിങ് വരെ ഇവിടെ നിൽക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നൂഡിൽസ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. നൂഡിൽസ് നല്ല രസമാണ് കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന പോലെയൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞങ്ങൾ മണാലി വന്നിട്ട് കുറേ സ്ഥലത്തു നിന്ന് കഴിച്ചു. എല്ലാം രസമുണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് നൂഡിൽസാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറേ മേലേക്ക് നടന്നതിന് ശേഷമാണ് മഞ്ഞിൽ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മഞ്ഞിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാല് ഭയങ്കര തണുപ്പ് കയറലാണ് കേട്ടോ. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അത്രയും ഇതായിരുന്നു ഇവിടെ. ഞാനപ്പോൾ എന്തൊക്കെയോ ഓൺ വോയിസിലെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ആ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു. അതാണ് ഞാൻ വീണ്ടും ഓൺ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ഞിൽ കുറച്ച് നേരമൊക്കെ കഴിച്ചു. അവിടെ എന്തെല്ലോ പണിയുന്നുണ്ട് കേട്ടോ മഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം എനിക്കിവിടെ കളിക്കാൻ പറ്റില്ല. കാരണം നല്ല മരവിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് റോട്ടിൽ കറങ്ങാൻ മതിയെന്നായിരുന്നു കേട്ടോ. കാരണം
അത്രക്ക് കൈയും കാലൊക്കെ എന്തോ പോലെ. ഹലോ ഗൈസ്, ഫിബ ബ്ലോഗർ ഫിബ കുഴങ്ങിയിട്ടുണ്ട്. നടക്കാൻ വെച്ചാൽ നമ്മൾ പറയുന്നത് ബ്ലോഗറിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? കാട്ടി കൊടുത്ത ഫുള്ള് കാട്ടി കൊടുത്ത വണ്ടി വരണ്ടേ? വണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരുപാട് സമയം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം കാലും കൈയും എല്ലാം മരവിപ്പിച്ച് ഇങ്ങനെ നിൽക്കും. എന്താ പറയുക, ചിലപ്പോൾ ചോദിച്ച് വളരായിട്ടാണ് ഇറങ്ങിയിരുന്നു. സീസണിൽ വേണ്ടാന്നും പറഞ്ഞു മൂക്കൊക്കെ തക്കാളി പോലെ ഗൈസ്, ഞങ്ങൾ ആകെ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ചുനേരം റോട്ടിലൊക്കെ ഇറങ്ങിയിട്ടോ, തണുപ്പെല്ലാം അവിടെ വന്നിട്ട്. അങ്ങനെ അവിടെ കുറച്ചുനേരം നിന്നതിന് ശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ മഞ്ഞക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ആർക്കും ഇതിന്റെ ബാലൻസ് കാര്യങ്ങളൊന്നും അറിയില്ലേനും. എല്ലാവരും അവിടെ പോകും ഒരു പോക്ക്. അടിപൊളിയായിരുന്നു. എല്ലാവരും കുത്തി മറിഞ്ഞ് അങ്ങനെ ട്രോളിയിട്ടൊക്കെ ആയിട്ടോ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ എന്താ എക്സ്പ്ലോർ ചെയ്യാനും. പക്ഷെ തണുപ്പ് അത് മാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സീസണിലും കൂടി അല്ല വന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സീസണിൽ നാല് ദിവസം പോലും നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജസും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഈ വണ്ടി ഉണ്ടാവും. ഇതിമ സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ബാലൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടണുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അത് കിട്ടിയില്ലായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മുർഷിദിന് 2-3 വട്ടം പോയപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു. ഓര് പിന്നെ അത് വലിയ ത്രില്ലായിട്ട് മാറി. ബാക്കി ആർക്കും ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേനു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇനി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു കേട്ടോ. അതിനാണല്ലോ നമ്മൾ കാര്യമായിട്ട് വന്നിരുന്നത്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു അഡ്വാൻറ്റേജസും കൂടെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ഈവനിങ്ങിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത്രയും സമയം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പം നമുക്ക് താഴോട്ട് പോകണുണ്ടോ. താഴെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ആവശ്യമൊക്കെ മഞ്ഞിൽ നിന്ന് ഒരു ഇതായിട്ടുണ്ട്. അത് നമ്മള് മണാലി 2 days ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി ഞങ്ങൾ നേരെ ഡൽഹിക്കാട്ടോ പോണത്. ഇന്ന് തന്നെ ഞങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് എന്താ സ്നോ ഉണ്ട് കേട്ടോ. സ്നോ ഫാള് കുറവാന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് സ്നോ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴോട്ട് നടക്കുകയാണ്. ട്രാവലറൊക്കെ താഴെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എത്തിയതിനു ശേഷം ഫുള്ള് ട്രാവലറാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാനല്ല. ഡൽഹിയിലായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ വരിക. അടിപൊളിയാണ്. സർവീസും കാര്യങ്ങളും പാക്കേജുകാരൊക്കെ ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പാക്കേജുകാരെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ജ്യൂസറി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം, സർവീസ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മണാലിയിൽ എക്സ്പ്ലോർ ചെയ്ത് തന്നെ സെറ്റ് ആയിരുന്നു. പിന്നെ സ്നോ നന്നായിട്ട് കിട്ടും. ഞങ്ങൾ ഈ ഒരു സമയത്താണ് വന്നതെങ്കിലും സ്നോ ഒക്കെ അടിപൊളിയായിട്ട്, ഫോൾ ഇല്ലാന്നുണ്ടെങ്കിലും സ്നോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു. എല്ലാവരും ഹാപ്പിയിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്ക് പോവാണ് കേട്ടോ. നാളെ നമ്മൾ അവിടെയാണ്. ബൈ ബൈ. നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ എന്താ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ സീസൺ ടൈമിൽ ഒന്നല്ല കേട്ടോ വന്നത്. എന്നാലും ഇവിടെ അടിപൊളിയായിരുന്നു. നമുക്ക് ഈ ഒരു എന്താ സമയത്തിന് നമുക്ക് തണുപ്പും കാര്യങ്ങളൊന്നും എന്താ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പക്ക സീസണിലാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടുപോയിരുന്നു കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നൈറ്റും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ നാളെ നേരെ ഡൽഹിക്കാട്ടോ പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ 2 days മണാലി ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ 2 days മണാലി ഡയറീസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.